നല്ല മൊരിഞ്ഞ ഒരു ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. ഗോതമ്പ് പൊടിയും കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ടുള്ള തൈരാണ്, അതുകൊണ്ട് തന്നെ പുളിപ്പൊരൽപ്പം കുറവാണ്. ഫ്രഷ് ആയിട്ടുള്ള തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും തൈരും തമ്മിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡ തൈരുമായിട്ട് ചേരുമ്പോൾ നന്നായിട്ട് റിയാക്റ്റ് ആയിട്ട് അത് നന്നായിട്ട് പതഞ്ഞ് വരും. ആ ഒരു രീതിക്ക് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതി പകുതിയായിട്ടോ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടി നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മൾ സാധാരണ വടയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഏത് രീതിക്കാണോ കൂട്ടുണ്ടാവൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പും ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു രീതിക്കുള്ള കൂട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളുടെ പലഹാരം നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്കിത് അടച്ച് വെച്ച് 2 മുതൽ 4 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മിനിമം 1 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 3 പച്ചമുളകും 1 പിടി മല്ലിയിലയും പുളിക്ക് പാകത്തിന് ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുള പുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പുളി ഇഷ്ടം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം എത്രയാണോ ഈ ഒരു ചമ്മന്തിക്ക് കൺസിസ്റ്റൻസി വേണ്ടത് ആ ഒരു രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ചമ്മന്തി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ട് ഞാനിവിടെ ഏകദേശം 2 മണിക്കൂർ നേരമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. മിനിമം 1 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യണം. 2 മണിക്കൂറിൽ കൂടുതലായാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടായത് കൊണ്ട് തന്നെ കയ്യിൽ ഒരല്പം വെള്ളമാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കൂട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടി ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇതിങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വന്ന് നന്നായിട്ട് പൊന്തിയൊക്കെ വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മൈസൂർ ബജ്ജി അല്ലെങ്കിൽ മൈസൂർ ബോണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു പലഹാരമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. സാധാരണ മൈസൂർ ബജ്ജി മുഴുവനായിട്ടും മൈദയിലാണ് ഉണ്ടാക്കാറ്. നമ്മളിന്ന് പകുതി ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പുറമേ ഒരല്പം മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക. ഇതിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ശരിക്കും നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.